അതല്ലല്ലോ അദ്ദേഹം അന്ന് പറഞ്ഞത്. ഞാൻ ഈ ആക്ഷേപം ഉന്നയിച്ചപ്പോഴും എന്താ പറഞ്ഞത്? എനിക്ക് സ്വത്തുണ്ടെങ്കിൽ ഞാൻ സതീശനും, എന്റെ ഭാര്യയ്ക്ക് സ്വത്തുണ്ടെങ്കിൽ സതീശന്റെ ഭാര്യയ്ക്ക് നന്നാക്കാന്ന് ഇല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ അകത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് വേണ്ട, നിങ്ങളുടെ വേണ്ട, നിങ്ങളുടെ ഭാര്യയുടെ വേണ്ട, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഇന്നെന്താ പറയുക? ഇന്നാണ് പറയുന്നത് ഷെയർ ഉണ്ടെന്ന് പറയണ. മറ്റത് ഒരു ബന്ധമില്ലെന്നല്ലേ പറഞ്ഞത്? ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ബന്ധം നിഷേധിക്കുന്നുണ്ടോ? രാജീവ് ചന്ദ്രശേഖർ നിഷേധിക്കുന്നുണ്ടോ? ഇ പി ജയരാജൻ നിഷേധിക്കുന്നുണ്ടോ? ഞാൻ അതല്ലേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ രണ്ട് കമ്പനികളും തമ്മിൽ ബന്ധമുണ്ട്, അവർ തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ട്, ഒരു എഗ്രിമെന്റ് ഉണ്ട്. അത് രണ്ടും കൂടി ഒരു കമ്പനിയായി ചേർന്നു. നിരാമയ വൈദേകം റിസോർട്ട് എന്നാണ് ഇപ്പൊ അതിന്റെ പേര്. അല്ലെ ഞാൻ പറഞ്ഞ CPM BJP റിസോർട്ട് എന്ന് പേരിടുന്നത് പോലെയാണ്. ഇദ്ദേഹം ആദ്യം എന്ന് പറഞ്ഞു ഞാൻ അതിന്റെ ഒരു അഡ്വൈസർ മാത്രമാണ് എന്നല്ലേ പറഞ്ഞത്. അന്ന് ഭാര്യയ്ക്ക് ഷെയറുള്ള കാര്യം പറഞ്ഞിരുന്നോ? പറഞ്ഞില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഇദ്ദേഹം എന്തൊരു അഡ്വൈസർ? ഇദ്ദേഹം വലിയ റിസോർട്ടിന്റെ എക്സ്പെർട്ടാണ്. വഴിയെ പോകുന്ന ആളുകളൊക്കെ റിസോർട്ടുകാർ, വലിയ റിസോർട്ട് ഗ്രൂപ്പുകാർ അഡ്വൈസറാക്കാൻ, ആ റിസോർട്ടിന്റെ അഡ്വൈസറാക്കാൻ അദ്ദേഹത്തിന് എന്താ എക്സ്പീരിയൻസ്? വെറുതെ പറഞ്ഞതാണ് അഡ്വൈസറാണെന്ന്. അഡ്വൈസർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഉപദേശകരാണ്, നടത്തിപ്പിന്റെ അല്ലേ? അതല്ലല്ലോ. ഇപ്പൊ ഷെയർ ഉണ്ടെന്ന് പറഞ്ഞു, ഇത്രയുള്ള കാര്യം. അദ്ദേഹം സമ്മതിച്ചു നിന്നു. അല്ല, അത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അദ്ദേഹത്തിനാവാം, സാധാരണ ഗതിയിലാവാം. അദ്ദേഹം ബിസിനസ്സുകാരനാണ്. അദ്ദേഹം BJP-കാരനായി രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളല്ല. അദ്ദേഹം ബിസിനസ്സുകാരനായി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് പിന്നെ BJP-കാരനായ ആളാണ്. അദ്ദേഹം ബിസിനസ്സുകാരനാണ്, ഞാനത് അംഗീകരിക്കുന്നു. അദ്ദേഹം ബിസിനസ്സുകാരനാണ്. പക്ഷെ ഒരു കാര്യം കൂടി പറയാം, ഈ വൈദേകം റിസോർട്ടിൽ ED റെയ്ഡ് നടത്തി. റെയ്ഡ് നടത്തി. ED റെയ്ഡ് നടത്തിയിട്ടാണ്, അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി അത് ടേക്ക് ഓവർ ചെയ്യുന്നത്. ആ കേന്ദ്ര ഏജൻസി റെയ്ഡ് നടത്തിയ ഒരു സ്ഥാപനത്തിൽ കേന്ദ്ര മന്ത്രിയുടെ കമ്പനിക്ക് പിന്നെ പങ്കാളിത്തം ഉണ്ടാവുക എന്ന് പറയുന്നതിന് രാജീവ് ചന്ദ്രശേഖർ എന്തുത്തരം പറയുന്നു? അല്ലാതെ നിങ്ങൾ തമ്മിലോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലോ ബിസിനസ് നടത്തണമല്ല നമ്മളെ പ്രശ്നം. അപ്പൊ CPM ഇതിന് മറുപടി പറയണം രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ചോദ്യത്തിന്. ഒരു CPM കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ കുടുംബവും രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ഒരു ബിസിനസ് ഡീൽ ഉണ്ടാക്കിയത് തെറ്റ് ഇല്ല, എന്ത് തെറ്റാണുള്ളതെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ചോദ്യത്തിന് CPM ആണ് മറുപടി പറയേണ്ടത്. കേരളത്തിലെ CPM ഒരു തെറ്റില്ല എന്ന് കേരളത്തിലെ CPM പറയട്ടെ. അപ്പൊ നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി ഇതാണ്: കേന്ദ്ര ഏജൻസിയായ ED അന്വേഷണം നടത്തി പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ്. അപ്പൊ നിങ്ങൾ ഭയപ്പെടുത്തിയിട്ടാണ് ആ കമ്പനി ടേക്ക് ഓവർ ചെയ്ത്? ആണോ? ആ കമ്പനിയിലേക്ക് നിങ്ങൾ മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ടാക്കിയത്? അപ്പൊ നിങ്ങൾ ED എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അതാണ് അദ്ദേഹത്തിനുള്ള മറുപടി. അത് അവര് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫോട്ടോയാണ്. അതിന്റെ CEO ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു പടമാണ്. ഞാൻ വേണമെങ്കിൽ കൂടുതൽ തെളിവുകൾ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നല്ല പറഞ്ഞത്. കേസ് കൊടുക്കുമ്പോൾ ചെയ്യാം, ഞാൻ കൊണ്ടുവരാം, കൂടുതൽ തെളിവുകൾ കൊണ്ടുവരാം. ഇത് പരസ്യമായിട്ടുള്ള പടമാണ്. അത് അദ്ദേഹം നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കാണിച്ചത് വേറെ പടമാണ്, അതെനിക്കറിയില്ല, ഫേക്ക് ഇതാണ്. പടമുണ്ട്, അവർ തന്നെ ഈ നിരാമയ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന, അവർ തന്നെ പുറത്തു കൊടുത്തിരിക്കുന്ന പടമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളിൽ വന്ന പടമാണ്. പ്രധാനപ്പെട്ട ആ മാധ്യമത്തിനെതിരെയൊന്നും കേസൊന്നുമില്ലല്ലോ, അതിലെല്ലാവരും കൂടി നിൽക്കുന്ന പടമാണ്. അതാരെങ്കിലും മോർഫിയതാണെങ്കിൽ അത് പറയട്ടെ. അത് ഒരു ചർച്ചയ്ക്കിടയിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ആ പടം കാണിച്ചല്ലോ. ആ പടത്തിനെ പറ്റി ഒരു വിരോധം ഇല്ലല്ലോ. അതെന്തിനു വെറുതെ പടം എടുത്താണ്? നിരാമയുടെ CEO ഉൾപ്പെടെയുള്ള അവരുടെ ലീഡർഷിപ്പും ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള അവര് ടീമായിട്ടാണ് ചെയ്തത്. നമ്മൾ എന്താ പറഞ്ഞത്? അവർ തമ്മിലൊരു ബിസിനസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അന്ന് ഇല്ല എന്ന് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ. ഇപ്പൊ ചോദിച്ചു ഉണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കണത്? ശരിയാണോ? രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഐ ഹാവ് നെവർ സീൻ ഹിം, വി ഡോണ്ട് ഹാവ് എനി റിലേഷൻ എന്നാണ് പറഞ്ഞത്, അല്ലേ? ഇപ്പൊ ചോദിക്കണം ഞങ്ങളുടെ ഭാര്യമാര് തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കണം. അല്ല, ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് നിയമപരമായ നടപടികൾ സ്വീകരിച്ചോട്ടെ. ഏതെങ്കിലും ചിത്രം, ഈ ചിത്രം വ്യാജമല്ല, വേറെ ഏതെങ്കിലും ചിത്രം. ഇത് കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെന്റിനോട് ചോദിക്കുകയാണ്, കേരളം മുഴുവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അയ്യങ്കാളിയുടെ മുഖവും നായയുടെ ഉടലുമായിട്ട് സോഷ്യൽ മീഡിയയിൽ എത്രയോ ചിത്രങ്ങൾ വന്നു. ഈ സർക്കാർ കണ്ടുപിടിച്ചോ ആളെ കണ്ടുപിടിച്ചോ? ഞാൻ നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നാണ്. ആളെ കണ്ടുപിടിച്ചോ ഈ സർക്കാർ? കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന നായകരുടെ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് ശ്രീമതി അയ്യങ്കാളി. അദ്ദേഹത്തെ ഹീനമായി, അതിക്രൂരമായി സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചവർ ഇപ്പോഴും നടക്കുകയാണ് ഇത് തന്നെ ചെയ്തുകൊണ്ട്. അവർക്കെതിരെ ചെറുവിരലനക്കാൻ ധൈര്യമില്ല ഈ സർക്കാരിന്.
ഞാൻ സബ്മിഷൻ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്ത് കളയുന്നവർ ഒന്നും ചെയ്തില്ല, നിയമസഭയ്ക്കകത്ത് ഒന്നും ചെയ്തില്ല. അപ്പൊ ഇത് പിടിച്ചെങ്കിൽ നല്ല കാര്യം, ഇതെങ്കിലും പിടിച്ചല്ല.